ക്ലയൻറ്റാന്ന് വിചാരിച്ചിട്ട് എന്നെ പിടിച്ച് അകത്തേക്ക് കയറ്റി. അപ്പം ഇവർ പിടിച്ച് വലിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 14 വയസ്സൊക്കെ തോന്നുള്ളൂ, ഈ നേപ്പാളി കുട്ടിയാണ്. പക്ഷെ അവർ കൈ പിടിച്ചു കഴിഞ്ഞ് ഞാനും അങ്ങനെ കൂടെ പോയി. ജീവിക്കാൻ വേണ്ടി വെള്ളം വിറ്റു, പൂ വിറ്റു. ഈ പൂവിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? നമ്മളുടെ ബോഡി നമ്മുടെ ആണെന്നുള്ള ഒരു അനുഭവം സ്ത്രീകൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രൈഡ് പരേഡ് ഗംഭീര സംഭവമല്ലേ, ഇങ്ങനെ ഇവർ ഡാൻസും കളിച്ച് താളവും മേളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൈഡ് പരേഡ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള സിസ്ജെൻഡർ ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്, അവരൊക്കെ അവരവരുടെ വീട്ടിൽ പോകും. മറ്റൊരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സെലിബ്രേഷൻ അപ്പോഴാണ് തുടങ്ങുക. ശരിക്കും സ്ത്രീകൾ നേരിട്ട് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ചോദ്യങ്ങളൊന്നും അവിടെ ഉള്ളവരാണ്. സ്ത്രീകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവർക്ക് ഉത്തരം പറയാനും പറ്റില്ല, സിദ്ധാന്തം കൊണ്ട് പറയാൻ പറ്റില്ല. അവർ ഈ കോണ്ടം പ്രൊമോട്ട് ചെയ്യണം. അവർ ഈ കോണ്ടം എന്ത് ചെയ്യണം? വരുന്ന ആളെ കൊണ്ട് ധരിപ്പിക്കണം. ഇതെന്തിന്? അവർക്ക് രോഗം വരാതെ. അപ്പം ഇതിൽ 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഈ വരുന്ന ആളുകളാണ് കോണ്ടം ഇടണോ ഇടണ്ടെന്ന് തീരുമാനിക്കണം. അവർ തീരുമാനിച്ചാൽ മതി. അവർക്ക് രോഗം വരണ്ടെങ്കിൽ അവർ തീരുമാനിച്ചാൽ മതി കോണ്ടം ഇടാൻ. അവരാണ് വിദ്യാഭ്യാസമുള്ള ആളുകൾ, അവരെയാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം. അപ്പോൾ അവരോട് പറഞ്ഞാൽ മതി, ഞങ്ങളെന്തിനാണ് അവരെ കോണ്ടം ധരിപ്പിക്കുന്നത്? അപ്പോൾ ഇവർ പറയണത് എന്താ വെച്ചാൽ, അല്ല ഇത് വന്നു കഴിഞ്ഞാൽ മരിച്ചു, രോഗം പിന്നെ ചികിത്സയില്ല. അപ്പോൾ എന്ന് വേണമെങ്കിൽ റോഡിൽ കൊല്ലപ്പെടാവുന്ന ആളുകളാണ് ഞങ്ങൾ. ഈ ആളുകൾ എന്ന് പറയുമ്പോൾ ഈ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പുനഃപരിശോധിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ന് നോക്കിയാൽ കാണാം നിങ്ങൾ അവരൊക്കെ ഇവരുടെ ഈ മറ്റേ നളിനി ജമീല അല്ലെങ്കിൽ ശീതൽ ശ്യാം അല്ലെങ്കിൽ ഫൈസൽ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ സെൽഫി എടുത്ത് നിൽക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടും അങ്ങനെ ഒരു സെക്സ് വർക്കർ ഒരു പൊതുവേദിയിൽ നിന്ന് കേരളത്തിൽ അത്രയും ഷാർപ്പായിട്ടൊരു കാര്യം പറഞ്ഞു. എന്ത് വണ്ടിക്കൂലി പോൾസൻ, ആണുങ്ങളുടെ പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ നമ്മൾ വണ്ടിക്കൂലി ഇല്ലാണ്ട് കൂടെ കിടക്കുന്നതിൻ്റെ വിചാരം. ബംഗ്ലാദേശ് കോളനിയിൽ നിന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ബ്രൗൺ ഷുഗർ കൊണ്ടുവരാൻ പോകാന്നുള്ളതാണ് പൊതുവെയുള്ള സംഭവം. അതായത് ഈ 95-ന് മുന്നേ നിങ്ങൾ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരെ കുറിച്ചിട്ടുള്ള റെഫറൻസ് ഉള്ളത് എന്താ അറിയും? അനാശാസ്യത്തിന് പിടിയിലായി എന്നുള്ളതല്ലാതെ വേറെ ഒരു റെഫറൻസും. ഇവർ ഈ സമരം ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി, വെളിയിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അറിയണം ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന്. ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്ക് സൊസൈറ്റി ഇവരോട് പെരുമാറണം എന്നുള്ളതാണ്. ഒരു മനുഷ്യ സ്ത്രീയല്ലേ, അതെങ്ങനെയാണ് ലെസ്സർ ഹ്യൂമൻ ബീയിങ് ആവണം? ഇപ്പോൾ ഈ തൊഴിൽ ഏർപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇവർക്ക് സൊസൈറ്റിയിലൊരു അധികാരമോ അവകാശമോ ഒന്നുമില്ലാത്ത ആളുകളായി മാറിയോ? അതെങ്ങനെയാണ് ആയിപ്പോണത്? എത്ര ഈ ഒരൊറ്റ കാര്യം കൊണ്ട് എങ്ങനെയാണ്? ഇതിനല്ലേ നമ്മൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയണത്, വിവേചനം എന്ന് പറയണത്. അപ്പോൾ നിങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ചാർട്ടറൊക്കെ എഴുതി വയ്ക്കുന്ന സമയത്ത് ഇവർ ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഇവർ മനുഷ്യരാണോ അല്ലേ എന്നുള്ള ചോദ്യത്തിലാണ് നമ്മൾ നിൽക്കണേ. ശരിക്കും അന്നത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പം സെക്സ് വർക്കേഴ്സിൻ്റെ ഒരു അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട്? ഇപ്പം ഒരുപാട് മാറ്റം വന്നല്ലോ. ഇപ്പോൾ അന്ന് എന്തായിരുന്നു പൊതുവെ സമൂഹത്തിൻ്റെ സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമീപനം ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ആ തരത്തിലുള്ള ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സമീപനം ഇന്ന് നമുക്ക് ഓപ്പണായിട്ട് വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടായി. നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണത് മോശമാണ്, അല്ലെങ്കിൽ അവരുടെ ഈവൻ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒക്കെ ഒരു സംഭവത്തിൽ അവരോടുള്ള നിലപാട് വളരെ മാനുഷികമായിരിക്കണം എന്നുള്ള തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടുള്ളത് ഈ വളരെ ചെറിയ കാലഘട്ടം കൊണ്ടാണ്. അതിനൊരു ഇതിപ്പോൾ ഈ പോലീസിൻ്റെ അതിക്രമം അല്ലെങ്കിൽ ഇവരുടെ നേരെ നടക്കുന്ന അതിക്രമം അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഇതൊക്കെ അറിയാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. അറിയണമെന്നുള്ളത് വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതൊന്നും കൂടാതെ ഈ മൊബൈല് വന്നതോടുകൂടി ഇവർക്ക് ഓപ്പറേഷൻ അങ്ങനെ സ്ട്രീറ്റിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനത്തെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കുറഞ്ഞോ കൂടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സംഭവം ഒന്നും എനിക്ക് പറയാനില്ല. പക്ഷേ ഈ ഫെമിനിസ്റ്റുകൾക്ക് ഇതിനെ ഓൺ ചെയ്യാൻ പറ്റാതിരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവരുടെ ബോഡി ഓൺ ചെയ്യുന്ന ആളുകളാണ്. ഇവരുടെ മനോഭാവം എന്തൊക്കെയായാലും ശരി, ഇവരുടെ ബോഡി കൊണ്ട് ഇവർ ജീവിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവർ തീരുമാനിച്ച് ചെയ്യാണല്ലോ ചെയ്യുന്നത്. ഈ ഒരു നമ്മളുടെ ബോഡി നമ്മുടെ ആണെന്നുള്ള ഒരു അനുഭവം സ്ത്രീകൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതെപ്പോഴും വേറെ ആൾക്ക് കൊണ്ട് സമർപ്പിക്കാനുള്ള ഒരു സംഭവമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ഈവൻ ഈ വിപ്ലവമൊക്കെ പറയും. ഇപ്പോൾ ഈ പ്രൈഡ് പരേഡൊക്കെ നടക്കും. ഇപ്പോൾ സെക്ഷൽ മൈനോറിറ്റീസിലെ ട്രാൻസ്ജെൻഡേഴ്സ്
പ്രൈഡ് പരേഡ് ഗംഭീര സംഭവമല്ലേ, ഇങ്ങനെ ഇവർ ഡാൻസും കളിച്ച് താളവും മേളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൈഡ് പരേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സപ്പോർട്ടേഴ്സായിട്ടുള്ള സിസ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അവരവരുടെ വീട്ടിൽ പോകും. മറ്റൊരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സെലിബ്രേഷൻ അപ്പോഴാണ് തുടങ്ങുക ശരിക്കും. ഇവർക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞ അത് ഇത്തിരി ബോറടിക്കുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ തിയറി എന്ന് പറഞ്ഞൊരു സാധനമില്ല, അക്കാദമിക് സാധനം, അതിൻ്റെ ഒരു പ്രൊഡോമിനൻസ് ഉണ്ട്. അതിൻ്റെ ഒരു എവിടെയെങ്കിലും ആരെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നേരെ ഇവരായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കില്ല. അക്കാദമിക് സർക്കിളിൽ അല്ലെങ്കിൽ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാവില്ല. അവരുടെ PhD അവിടെ ഇരിക്കുകയുള്ളൂ, അത് ഒരിക്കലും ഉപയോഗിക്കാനും പറ്റില്ല. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഈ മൂവ്മെൻ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നേരെ ഇവർ അവിടെ വന്ന് ചാരി നിന്ന് അതിൻ്റെ ഇപ്പോൾ ഞാനത് പറയാനല്ല, പക്ഷേ ഈ സ്ത്രീകൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതാ. എന്നോട് ഇവർക്ക് തർക്കിക്കാൻ പറ്റും സൈദ്ധാന്തികപരമായിട്ട്, നിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്, നീ എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ നിൻ്റെ ഉദ്ദേശം എന്ത്, നിൻ്റെ സിദ്ധാന്തം എന്ത്, നിൻ്റെ ഫണ്ട് എവിടെ എന്നുള്ളത്, ഫണ്ട് എവിടെ നിന്ന് എന്നൊക്കെ എന്നോട് തർക്കിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മറുപടി പറയാൻ തുടങ്ങി എനിക്കിതിനൊന്നും മറുപടി പറഞ്ഞിട്ട് എത്താനും പറ്റില്ല. പക്ഷേ ഈ സ്ത്രീകൾ നേരിട്ട് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ചോദ്യങ്ങളൊന്നും അവിടെ റിലവൻ്റ് ആവില്ല. സ്ത്രീകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവർക്ക് ഉത്തരം പറയാനും പറ്റില്ല, സിദ്ധാന്തം കൊണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ മീറ്റിംഗ് ഉണ്ട്, മറ്റേ സെക്സ് വർക്കേഴ്സ്, കേരള സെക്സ് വർക്കേഴ്സ് ഫോറം എന്ന് പറഞ്ഞിട്ട്, ആദ്യം തിരുവനന്തപുരത്ത് ജയശ്രീ മൈത്രേനെ കണ്ടുമുട്ടിയതിന് ശേഷം ഉണ്ടാവുന്ന കാര്യമാണ് കേട്ടോ. വളരെ പെട്ടെന്നാണ് അതൊക്കെ ഉണ്ടാവണം. അതിന് മുന്നേ പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ ഈ ഒരു റെഫറൻസ് പറഞ്ഞിട്ട് പറയാം. അപ്പോൾ എറണാകുളത്തുള്ള ശരിക്കും പറഞ്ഞാൽ ലിസിനെയൊക്കെ കണ്ടതാണ് നമ്മൾ. ലിസിനെയൊക്കെ കണ്ട് അവരൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവർ എത്ര നാളുണ്ടാവും, അവരിപ്പോൾ താമസിക്കുന്നത് ഇരിഞ്ഞാലക്കുട അടുത്താണ്. അപ്പോൾ ലിസി അവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. ലിസി എന്താ പറയണെന്നറിയാം, പൊന്ന് സാർമാരെ, നിറയെ പോലീസുകാരൻ കേട്ടോ, വലിയ സംഘം പോലീസാണ്, ആളുകളുണ്ട്, മറ്റേ കേൾക്കാൻ പത്രക്കാരും ആളുകൾ, മീഡിയയുടെ ആളുകളും, ഈ മറ്റേ പ്രധാനപ്പെട്ട ആളുകളും, ഉദ്യോഗസ്ഥന്മാരും, ഹെൽത്ത് സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും, പോലീസുകാരും, ഈ ONV അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട്. ഈ ലിസി അവിടെ നിന്ന് സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊന്നു സാറന്മാരെ, ജീവിക്കാൻ വേണ്ടി വെള്ളം വിറ്റു, പൂ വിറ്റു, ഈ പൂവിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരാളുടെ അടുത്ത് ഇവരുടെ സൈദ്ധാന്തിക ചർച്ച ഓടില്ല. കോഴിക്കോടാണെങ്കിലും നമുക്ക് ഈ സെക്സ് വർക്കേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര വലിയ പ്രശ്നമായിരുന്നില്ല. ബംഗ്ലാദേശ് കോളനിയായിട്ട് ചേർന്നിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. മറ്റു ജില്ലകളിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? അതായത് ഇപ്പം മൈത്രേനുമായിട്ടുള്ള ഒരു കണക്ഷൻ വന്നത്, മൈത്രേനായിട്ടുള്ള കണക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ ഒരു സംഭവമായിട്ടാണ്. അതായത് ഈ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ മലപ്പുറത്തുണ്ടായ സംഭവത്തിൻ്റെ പിന്നാലെ അജിത എന്നെ വിളിച്ചു. അജിത വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ആ വിഷയം ടേക്കപ്പ് ചെയ്തു. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളാണ് അത് ചെയ്യേണ്ടത്, നിങ്ങൾ ടേക്കപ്പ് ചെയ്യണം, സ്ത്രീകളുടെ വിഷയമല്ലേ, അത് ടേക്കപ്പ് ചെയ്യണം, പക്ഷെ നിങ്ങളവിടെ വരരുത്. അതെ, ഞാൻ വരുന്നില്ല, ഞാൻ വരരുത് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല, അത്രയേ ഉള്ളൂ, നിർബന്ധമില്ല. അപ്പം ഇങ്ങനെ തുടങ്ങി ഇവർ നമുക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കും, ഓൾ കേരള ലെവലിൽ. ഈ ഇവിടെ സഖി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിരുവനന്തപുരത്തുള്ള ഓർഗനൈസേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിലെ ഒരു പ്രശ്നം ഉണ്ടാവണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്താണ് എയ്ഡ്സ് പ്രോജക്റ്റുകൾ വരുന്നത്. അപ്പോൾ അന്ന് ODA, ഓവർസീസ് ഡെവലപ്മെൻറ്റ് ഏജൻസി എന്ന് പറഞ്ഞാൽ, അവർ നേരിട്ടാണ് WHO കീഴിൽ ODAയുടെ ഫണ്ടിങ്ങാണ് കേരളത്തിൽ എയ്ഡ്സ് പ്രിവെൻഷനായിട്ട് വന്നത്. അന്ന് ഈ ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻ എന്ന് പറയും, ഓരോ വിഭാഗം, ഇപ്പോൾ സെക്സ് വർക്കേഴ്സ്, മൈഗ്രൻ്റ് ലേബറേഴ്സ്, MSM എന്ന് പറയും, മറ്റേ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ മെൻ ഹാവിങ് സെക്സ് വിത്ത് മെൻ എന്നൊക്കെയാണ് അന്നത്തെ ഡെഫിനിഷൻ. MSM വിഭാഗക്കാർ അല്ലെങ്കിൽ ട്രക്ക് ഡ്രൈവേഴ്സ്, ഓരോ ടാർഗറ്റ് ഗ്രൂപ്പുകളാണ്. അവർക്ക് വേണ്ടി അത് ഈ കേരളത്തിൽ സെക്സ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളായിരുന്നു ആദ്യം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, കോഴിക്കോട്. അപ്പോൾ ഇവർ കോഴിക്കോട് വന്ന്, ബാക്കി സ്ഥലത്തൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഈ മറ്റേ ODA എന്നുള്ള ആളുകൾ വന്ന് ചർച്ചയും കാര്യങ്ങളൊക്കെ ആയ സമയത്ത്, പക്ഷെ ഞാനൊരു സംഭവം വെച്ചു. അതായത്
നിങ്ങൾ ഈ HIV പ്രിവെൻഷൻ നമ്മൾ പറയണം, അതിന് സെക്സ് വർക്കേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ സെക്സ് വർക്കേഴ്സ് എന്ത് ചെയ്യണം? അവർ ഈ കോണ്ടം പ്രൊമോട്ട് ചെയ്യണം. അവർ ഈ കോണ്ടം എന്ത് ചെയ്യണം? വരുന്ന ആളെ കൊണ്ട് ധരിപ്പിക്കണം. ഇതെന്തിന്? അവർക്ക് രോഗം വരാതിരിക്കും. അപ്പം ഇതിൽ 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഈ വരുന്ന ആളുകളാണ് കോണ്ടം ഇടണോടുണ്ടെന്ന് തീരുമാനിക്കുന്ന ആൾ. അവർ തീരുമാനിച്ചാൽ മതി. അവർക്ക് രോഗം വരണ്ടെങ്കിൽ അവർ തീരുമാനിച്ചാൽ മതി കോണ്ടം ഇടാൻ. അവരാണ് വിദ്യാഭ്യാസമുള്ള ആളുകൾ. അവരെയാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം. അപ്പോൾ അവരോട് പറഞ്ഞാൽ മതി. അപ്പം ഞങ്ങളെന്തിനാണ് അവരെ കോണ്ടം ധരിപ്പിക്കുന്നത്? അപ്പോൾ ഇവർ പറയണത് എന്താ വെച്ചാൽ, അല്ല ഇത് വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകും, രോഗം പിന്നെ ചികിത്സയില്ല. അപ്പോൾ ഇന്ന് വേണമെങ്കിൽ റോഡിൽ കൊല്ലപ്പെടാവുന്ന ആളുകളാണ് ഞങ്ങൾ. തല്ലിക്കൊല്ലേ, വണ്ടി കയറിച്ചാവേ, അല്ലെങ്കിൽ പോലീസ് പിടിച്ചു കൊണ്ടുപോയേ ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. ഈ 10 വർഷം 15 വർഷം 20 വർഷത്തെ കാര്യം ആലോചിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. മാത്രമല്ല, ഞങ്ങൾ ഈ കോണ്ടം ഇടിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളാണിത് പരത്തണേന്നല്ല ഇതിൻ്റെ അർത്ഥം. അതിങ്ങനത്തെ ഒരു മുൻവിധി വെച്ചിട്ടല്ലേ നിങ്ങൾ ഞങ്ങളോട് ഇത് ഇടിക്കാൻ പറയണത് ആളുകൾ. അല്ലെങ്കിൽ ഇതുവരെ നമ്മളെ അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ ഈ കോണ്ടം ഇടിക്കാൻ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യം എന്താ ഉള്ളത്? 2 വിഷയമുള്ളത്. ഒന്ന്, ഈ പ്രിജുഡൈസാണ്, ഒരു മുൻവിധിയാണ്. ഞങ്ങളാണിത് പരത്തുക, ഞങ്ങൾ വഴിയാണ് ഈ പരത്തുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരുന്നതുകൊണ്ടാണ് ഈ പരക്കണത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ബാക്കിയുള്ളവരോടൊന്നും നിങ്ങൾ സെക്സായി ബന്ധപ്പെട്ട് വർത്തമാനം പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെക്ഷൽ ആ തരത്തിലുള്ളൊരു കൺവെർസേഷനോ ഒരു ക്ലാസ്സോ നിങ്ങൾ വേറെ ആളുകളുടെ അടുത്ത് പറ്റില്ല. ഞങ്ങളുടെ അടുത്താണെങ്കിൽ എന്തും പറയാം. ഇതുകൊണ്ടല്ലേ ഇത് വരണം. കുറെ ഇൻസൈറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഇവരുമായിട്ടുള്ള ഈ കൺവെർസേഷനിൽ നിന്ന് തന്നെയാണല്ലേ കിട്ടുന്നത്? തീർച്ചയായിട്ടും. നമ്മളങ്ങനെ ഇപ്പം ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ ഷെഡ് കെട്ടിയിട്ട് അപ്പോൾ ബാക്കിൽ ചുറ്റും ചതുപ്പാണ്, ഫ്രണ്ടിൽ കൂടിയാണ് വഴിയുള്ളത്. അവിടെയാണ് ഡോർ വെച്ച് കഴിഞ്ഞപ്പോൾ സൗമിനി പറഞ്ഞു, പോൾസ് അവിടെ ഡോർ വയ്ക്കണം, ഇപ്പുറത്തെ ഈ ചതുപ്പിൻ്റെ അവിടെ ഡോർ വയ്ക്കാം. അതാ അല്ല സൗമിനി, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചുറ്റി വരണ്ടേ? അത് കുഴപ്പമില്ല, ഒന്ന് ചുറ്റി വന്നാലും കുഴപ്പമില്ല. അവിടെ ഡോർ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു കടയാണ്. അവിടെ ഡോർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഈ വായ നോക്കിയുള്ളൊക്കെ അവിടെ വന്ന് നിന്ന് ഓരോ കമൻറ്റ് പറയാൻ തുടങ്ങും. നമ്മളിങ്ങനെ ഇതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് പറയാമല്ലോ, പോവാന്ന് പറയാം, വഴിയിൽ നിൽക്കുമ്പോൾ പറയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ തുടങ്ങി ഓരോ ചെറിയ കാര്യങ്ങളിലും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവരെ കേൾക്കുക എന്നല്ലാതെ ഇവരോട് അങ്ങനെ പറയലൊന്നുമില്ല. അത് അങ്ങനെ തന്നെ പറ്റുള്ളൂ. അപ്പോൾ വേറൊരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ, നമുക്കിത് എത്രത്തോളം ഇവരോട് മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റും എന്നുള്ളൊരു ഡിസിപ്ലിനായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ മുൻവിധികളുണ്ടല്ലോ, നമ്മളുടെ ഒരു ഫോർമേഷൻ ഉണ്ട്. അപ്പം അതിന് മുന്നേ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നത്, അല്ലെങ്കിൽ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അതിലുള്ള സ്ത്രീകളോടുള്ള എൻ്റെ സമീപനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. ഇങ്ങനെ ഒരു ആവശ്യമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് തന്നെയാണ് നമുക്കത് പുനഃപരിശോധിക്കേണ്ടി വരണേ. ഈ ഒരു വാല്യൂസിലുള്ള പുനഃപരിശോധനയാണ് ഞാൻ ഈ പറയണത് ആളുകളോട്. നിങ്ങളുടെ സൊസൈറ്റിയിൽ ആറ്റിറ്റ്യൂഡിനെ പുനഃപരിശോധിക്കേണ്ട കാര്യമുണ്ട്, മാറ്റേണ്ട കാര്യമുണ്ടെന്ന് പറയണത് ആ ഒരു സംഭവം തന്നെയാണ്. പക്ഷേ അതിൽ സങ്കടകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ ആളുകൾ അത് പുനഃപരിശോധിക്കാൻ അതായത് ഈ ആളുകൾ എന്ന് പറയുമ്പോൾ ഈ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പുനഃപരിശോധിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ന് നോക്കിയാൽ കാണാം നിങ്ങൾ അവരൊക്കെ ഇവരുടെ ഈ മറ്റേ നളിനി ജമീല അല്ലെങ്കിൽ ശീതൽ ശ്യാം അല്ലെങ്കിൽ ഫൈസൽ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ സെൽഫി എടുത്ത് നിൽക്കുന്നുണ്ടാവും. മനസ്സിലായില്ല? പക്ഷെ ഞാൻ പറയണത് അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇവരുടെ ഒരു ഉത്തരവാദിത്തമുണ്ട്, ഒരു ഇൻറ്റഗ്രിറ്റിയുടെ പ്രശ്നമുണ്ട്. അന്ന് എതിർത്തിരുന്ന ആളുകൾ ഇന്ന് ഇവരുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവർ പറയേണ്ട ഒരു മര്യാദയുണ്ട്. ഞങ്ങളുടെ നിലപാട് അന്ന് മോശമായിരുന്നു, അന്ന് തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു, ഞങ്ങളത് തിരിച്ചറിഞ്ഞു, ഞങ്ങളത് മാറ്റി, ഞങ്ങളുടെ നിലപാട് ഇതാണ്. ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ആളുകളിൽ എണ്ണി ഞാനിത് പരിശോധിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഈ വിഷയം ആയി ബന്ധപ്പെട്ട് അന്ന് ഇവരവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, ഞാൻ അവിടെ കാലുകുത്തിയ കാല് തല്ലി പിടിക്കുന്നൊക്കെ പറയുന്ന സമയത്താണ് ഞാൻ തീരുമാനിക്കുന്നത് എന്ത്, പുറത്ത് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊന്നും ഈ സാധനം അങ്ങനെ വർക്കാവുന്നില്ല. അപ്പോൾ ഒരു ഹമീദ് എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി ഉണ്ട്. ആ ചങ്ങാതിയാണ് നമുക്ക് ആ മൈത്രേയൻ്റെ ഒരു കോൺടാക്ട് നമ്പർ തരുന്നത്. ഹമീദ് യതിയുടെ ആശ്രമത്തിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൈത്രേയനായിട്ട് കോൺടാക്ട്. മൈത്രേയൻ വന്നതിന് ശേഷം കുറച്ചും കൂടി ഈസി ആയല്ലേ? ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമായിരുന്നു മാത്രം. പിന്നെ മൈത്രേയനും ജയശ്രീയും ചെയ്തോളൂ. നമ്മൾ അങ്ങനെ മൊത്തമായിട്ട്
നമുക്ക് ഈ ബംഗ്ലാദേശ് കോളനിയിൽ ചെല്ലുമ്പോഴുള്ള ചിത്രങ്ങളൊക്കെ പരിചയമില്ലാത്ത കാര്യങ്ങളാണ്, നമ്മൾ പുറത്തുനിന്ന് ചെല്ലുന്ന ഒരാളാണ്. അപ്പോൾ ശരിക്കും നമുക്ക് സങ്കടം വരുന്ന അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വെല്ലുവിളിയായിട്ട് സാറിന് തോന്നിയ ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് പറയാമോ? ഒന്നാമത് ഭയങ്കര കഥകളൊക്കെ കേട്ടിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അതായത് അവിടെ കാല് കുത്തി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല, ഭയങ്കര അക്രമകാരികളാണ്, ഭയങ്കര ഗുണ്ടായിസാണ്, പിന്നെ പോക്കറ്റടി, ഡ്രഗ്, ബ്രൗൺ ഷുഗർ, അത് ഇത്. അത് പക്ഷേ ഈ ബ്രൗൺ ഷുഗറിൻ്റെ ഇതൊക്കെ ഞാൻ ഒരു പരിധി വരെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അതായത് ഒന്ന് ഈ സെക്സ് വർക്കേഴ്സ് തന്നെ പെഡലേഴ്സായിട്ട്, യൂസേഴ്സായിട്ടും പെഡലേഴ്സായിട്ടുള്ളതുണ്ട്. പിന്നെ അവിടെ ഒരു 700ഓളം വീടുകളാണ് അവിടെയുള്ളത്. അതിൽ തന്നെ ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ഒരു 30 പേരെങ്കിലും ജയിലിലാണ്. അത് ഈ പരോളല്ല, ഈവൻ ജാമ്യം പോലും ഇല്ലാതെ, കേസ് നടത്താൻ ആളില്ലാതെ. അതുപോലെ തന്നെ യൂസേഴ്സ് വരുന്ന ആളുകൾ നമുക്ക് കാണാം. ഒരു ചെറിയൊരു പീരീഡിൻ്റെ ഉള്ളിൽ ഈ ഭയങ്കര നല്ല മോട്ടോർ സൈക്കിളും ചെയിനൊക്കെ ഇട്ട് വന്ന ആളുകൾ പിന്നെ കാണാൻ കുറച്ച് സമയം കഴിയുമ്പോൾ ഇപ്പം ചെയിനും ഇല്ല, മോട്ടോർ സൈക്കിളും ഇല്ല, പ്രോപ്പറായിട്ട് ഡ്രസ്സ് പോലും ഇല്ല, അങ്ങനെ വഴിയിലൊക്കെ എടുക്കുന്ന അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് നേരെ അങ്ങനത്തെ ഒരു അക്രമമോ അങ്ങനെ അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, എന്നെ അവർ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം ഞാൻ ഈ അന്നത്തെ ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. ബംഗ്ലാദേശ് കോളനി ഇപ്പോൾ ആ പേര് മാറ്റി ശാന്തിനഗർ കോളനി, അതൊക്കെ വലിയ സമരം. അപ്പോൾ ഈ വേലിയേറ്റം നടക്കുന്ന സ്ഥലമാണ്, കടലിനോട് ചേർന്നിട്ടുള്ളതാണ്. ഒരു ചെറിയൊരു തുരുത്ത് പോലെയുള്ള സ്ഥലം. വേലിയേറ്റം വെള്ളം ഇങ്ങോട്ട് കയറും, ഇതിനെ കവിഞ്ഞ് വെള്ളം ഇങ്ങോട്ട് വരും. ഇപ്പോൾ റോട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 150-200 മീറ്റർ നടക്കണം. അതിനൊരു ബണ്ട് പോലൊരു സംഭവം. അപ്പോൾ ഈ ബസ് ഇറങ്ങിയിട്ട് ഈ ബണ്ടുമ്പോൾ കൂടെ അങ്ങോട്ട് പോകണം. അപ്പോൾ ബസ് ഇറങ്ങിയ വഴിക്ക് ഒരു അട്ടിമറി യൂണിയൻ്റെ ഓഫീസുണ്ട്, ചുമട്ടുതൊഴിലാളികളുടെ ഓഫീസ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പത്രമൊക്കെ വായിച്ച് കുറച്ച് പതുക്കെയാണ് അങ്ങോട്ട് പോകും. അവിടെ ഓടിച്ചെന്നിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഈ അട്ടിമറി തൊഴിലാളികൾ എന്നോട് പറയും, നിങ്ങളിത് എന്തിനാണ്, അവറ്റങ്ങളൊന്നും നേരെയാവില്ല. പക്ഷേ ഇവരെൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരോട് അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമല്ല. അതുപോലെ ഇപ്പോൾ അവിടെ അന്ന് ജോസേട്ടൻ എന്ന് പറഞ്ഞൊരാളുണ്ട്, വലിയ റൗഡി. ജോസേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവാരം ജോസ് എന്നാണ് അറിയപ്പെടുന്നത്. 2 കയ്യും ഇല്ല ആൾക്ക്. ഈ 2 കൈയും ആളുകൾ അടിച്ച് കല്ലൊക്കെ എടുത്ത് കുത്തി കട്ട് ചെയ്ത് കളഞ്ഞതാണ് ഇയാളുടെ അക്രമം സഹിക്കാൻ പറ്റാണ്. അങ്ങനെ ഇയാൾ ഇവിടെ വന്ന് സെറ്റിലാവും. അപ്പോൾ ഇയാളെ ചികിത്സിച്ച ഡോക്ടർ ഇയാൾക്ക് ചെയ്തു കൊടുത്തൊരു ഉപകാരം എന്താ വെച്ചാൽ, 2 എല്ലുണ്ടല്ലോ, ഈ 2 എല്ലുകൊണ്ട് ഈ ഞണ്ടിൻ്റെ കാല് പോലെ ഇങ്ങനെ പിടിക്കാവുന്ന തരത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കോടതിയിൽ എന്തോ ഒരു കേസിന് കോടതിയിൽ വെച്ച് ഇയാൾ ഇതിൻ്റെ ഇടയിൽ കത്തി വെച്ചിട്ട് സാക്ഷി പറയാൻ വന്നാലേ ഒരാളെ കുത്തുണ്ടായി. പക്ഷെ ജോസേട്ടൻ്റെ മകൻ ജോൺസൺ ഉണ്ട്, ഭാര്യയുണ്ട്. അവരൊക്കെ എന്നോട് ഭയങ്കര കാര്യത്തിലായി. മാത്രമല്ല എനിക്ക് എന്തെങ്കിലും അപകടം ഇതൊന്നും ഞാൻ അറിയണില്ല. ഞാൻ പിന്നീടാണ് ആളുകൾ ഓരോ സംഭവങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയണത്. അല്ലാതെ എനിക്ക് അങ്ങനെ ഡയറക്റ്റ് ഇവരായിട്ട് ഞാൻ ഈ സ്ത്രീകളെ മാത്രമാണ് ഫോക്കസ് ചെയ്ത് പോണത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്നുള്ള എനിക്കുള്ള സപ്പോർട്ട് എനിക്കുണ്ടായത് ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ചങ്ങാതി അയാൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക്, പക്ഷെ വളരെ ജെന്യുവനാണ്, സത്യസന്ധനാണ്, വളരെ ആത്മാർത്ഥതയുള്ള ഒരു ചങ്ങാതിയാണ്. അപ്പോൾ ആ ഒരു ജെന്യുവിനിറ്റി അവർ തിരിച്ചറിയപ്പോൾ ഈ അട്ടിമറി തൊഴിലാളികളായാലും ശരി, അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകളായാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിഭാഗം, ഇപ്പോൾ ഈ റാക്കൊക്കെ ഉണ്ടാക്കുക വിൽക്കുക ചെയ്യുക, അങ്ങനെ സംഘങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ ഈ വിഷയം ഞാൻ പറയുമ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും ഇത് മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ കഴിയുന്നുണ്ടായില്ല. ഭൂരിഭാഗം എന്ന് ഞാൻ പറയണത്, നമ്മൾ പ്രതീക്ഷിക്കുക ഈ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ എൻവറോൺമെൻറ്റൽ ആ തരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്, ഇവരൊക്കെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ ഇവർക്ക് ഇത് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവും. അപ്പോൾ അവിടെ ഏഷ്യാനെറ്റിലെ ജയേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. ജയേന്ദ്രനെ അറിയുണ്ടാവും, ആള് പ്രത്യേകിച്ച് ഒരു പാഠപുസ്തകമാണ് ജേർണലിസ്റ്റുകൾക്കൊക്കെ. അപ്പം ജയചന്ദ്രൻ ആളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരാൾ. നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാര്. അപ്പോൾ ആള് ഈ അജിതാനിക്ക് വിളിച്ച് സംസാരിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇങ്ങനെ നിൽക്കുന്നത്, അത് പോൾസൺ ചെയ്യുന്നതിൽ
നമ്മൾ അന്ന് കാണാതിരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് അംഗീകരിക്കേണ്ടതല്ലേ. അപ്പോൾ ഞാനും ആലോചിക്കേണ്ടത് എന്താണ് അത്ര വലിയ സൂക്ഷ്മമായിട്ടുള്ള കാര്യം. കാരണം ഞാൻ ഇവരുടെ വിഷയം പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡയറക്റ്റാണ്. കുഞ്ഞീബിയുടെ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ വിഷയങ്ങൾ കാണാൻ പറ്റിയിട്ടില്ല അന്ന്. ഞാൻ പറയുമ്പോഴാണ് ഒക്കെ അറിയണത്, ഇതൊക്കെ പിന്നീട് ഞാൻ അറിയണം. പക്ഷെ അജിതയൊന്നും വന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ജയേട്ടൻ വിളിച്ചു. ഓൾസോ ഒരു ന്യൂസുണ്ട്. എന്താണ്, ഇവിടെ കൊച്ചിയിൽ ഒരു സെമിനാർ നടക്കുന്നുണ്ട്, വലിയ സെമിനാറാണ്. അപ്പം അന്ന് ജസ്റ്റിസ് ജാനകി അമ്മ, ജസ്റ്റിസ് അരവിന്ദാക്ഷൻ, അങ്ങനത്തെ അവരുടെ എന്തോ ഒരു പീപ്പിൾ ജസ്റ്റിസ് ഫോറം എന്നോ എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഘടനയുണ്ട്. അപ്പോൾ ഈ മോഹിനിഗിരി, അതായത് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, അവരുടെ ഫണ്ടിങ് വെച്ചിട്ട് ട്രാഫിക്കിംഗ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ, അങ്ങനെ ഒരു ടൈറ്റിലായിട്ടാണ് സെമിനാർ. അപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്യണം. ഇപ്പം നമ്മൾ പോകണം. അതിൽ ജയേന്ദ്രൻ പറഞ്ഞു ഇങ്ങനെ സെമിനാർ നടക്കുന്നുണ്ട്, നമ്മൾ പോകണം, അതായത് സ്ത്രീകൾ പങ്കെടുക്കണം. അപ്പം ഞാൻ ഇവിടെ വന്ന് സ്ത്രീകൾ പറഞ്ഞു. അപ്പോൾ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോൾ അവർ കുറച്ചും കൂടി ഇതായി, അത് കുറച്ചും കൂടിയൊക്കെ ഇതായി. അപ്പോൾ ഈ എറണാകുളത്തേക്ക് ഒരു 10-12 പേരുണ്ടായിരുന്നു എറണാകുളത്തേക്ക്. അങ്ങനെ ഞാൻ 8 പേരെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ജയേന്ദ്രനാണ് ഫോണിൽ രജിസ്റ്റർ ചെയ്യണം. ഒക്കെ പറഞ്ഞു ശരി, രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾ 8 സ്ത്രീകളും ഞാനും കുഞ്ഞാവയ്ക്കും 10 പേര് ഇവിടെ നിന്ന് വണ്ടി കയറി ഈ മീറ്റിങ്ങിന് പോയി. മീറ്റിങ്ങിനകത്ത് നിറയെ ആളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവണം ഇവർ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് വർക്കേഴ്സാണ് മനസ്സിലാവും. ഇവർ പറഞ്ഞു നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, രജിസ്ട്രേഷൻ തരില്ല. അപ്പോൾ ഡിനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വിഷയമായല്ലോ. അപ്പോൾ എങ്ങനെ നിൽക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, പറ്റില്ല, നമുക്ക് പങ്കെടുക്കണം. ഇല്ല, ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞു, ഇനി ഇല്ല. അത് ബാക്കിയുള്ളവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മോഹിനിഗിരിയാണ് ഉദ്ഘാടനത്തിന് വരണത്. ഞാൻ സ്ത്രീകളോട് പറഞ്ഞു, നമ്മുടെ സ്ത്രീകളോട് പറഞ്ഞു, മോഹിനിഗിരി നമ്മുടെ ആളല്ലേ, നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ മോഹിനിഗിരി നമുക്കൊരു കാര്യം ചെയ്യാം, മോഹിനിഗിരി വരുമ്പോൾ നമുക്ക് മോഹിനിഗിരിനെ കോഴിക്കോട്ടേക്ക് ക്ഷണിക്കാം. ആ കോഴിക്കോട്ട് മീറ്റിങ്ങിൽ നമുക്ക് കാര്യങ്ങൾ പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ മോഹിനിഗിരി വന്നിറങ്ങി, തൊട്ട് പിന്നാലെ സുഗതകുമാരി വന്നിറങ്ങി. അപ്പോൾ ടീച്ചർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സരോജിനിയും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ടീച്ചർ ഇങ്ങനെ ചെറിയ വിഷയമുണ്ട്, ഇപ്പം നമ്മൾ പരിചയക്കാരാണല്ലോ, അപ്പോൾ ഈ ഇവരെ രജിസ്ട്രേഷൻ ശരിയാക്കിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. പക്ഷെ ഒന്ന് മോഹിനിഗിരി മാഡത്തിനെ കണ്ടൊന്ന് സംസാരിച്ച് പോകണം, അതിനൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇല്ല നിങ്ങൾ പോകാൻ പറ്റില്ല, നിങ്ങളവിടെ ഇരിക്കും, നിങ്ങൾ പോകാറായിട്ടില്ല, ഒക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ പുറകിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ വേദിയിലേക്ക് ഇവർ കയറി, മോഹിനിഗിരിയും സുഗതകുമാരി ടീച്ചറൊക്കെ കയറി. ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് മോഹിനിഗിരിനെ വിളിച്ചു. മോഹിനിഗിരി വന്നു. മോഹിനിഗിരി പക്ഷേ ഉദ്ഘാടനത്തിന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സെമിനാർ ഞാനല്ല ഉദ്ഘാടനം ചെയ്തത്, ഇവിടെ കോഴിക്കോട്ട് നിന്ന് കുറച്ച് സ്ത്രീകൾ വന്നിട്ടുണ്ട്, അവർ വേണം ഇത് ഉദ്ഘാടനം ചെയ്യാൻ, അവർ വേണം ഉദ്ഘാടനം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഇവർ തിരിഞ്ഞ് ഇതിൽ സംഘാടകർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? അപ്പോൾ ആ സമയം കൊണ്ട് സുകുമാരി ടീച്ചർ പറഞ്ഞ് അവർക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, എതിർപ്പില്ല. അപ്പോൾ അപ്പോഴേക്കും ഇവരുടെ സെക്രട്ടറി വന്നു, നിങ്ങൾ ആരെങ്കിലും വരണം, സ്ത്രീകൾ ആരെങ്കിലും വരണം, ഉദ്ഘാടനം ചെയ്യണം. അപ്പോഴേക്കും സരോജിനി പറഞ്ഞു ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സരോജിനി ചെന്ന് ഈ ദീപം തെളിയിക്കുക, അങ്ങനെ എന്തോ ആണ്. ആദ്യത്തെ ദീപം സരോജിനിയാണ് തെളിയിക്കുന്നത്. അന്ന് പത്രത്തിലൊക്കെ ഇവരുടെ ഫോട്ടോ വന്ന സരോജിനിയുടെ, മോഹിനിഗിരിക്ക് വേണ്ടി സരോജിനി, കോഴിക്കോട് നിന്നുള്ള സരോജിനി ദീപം തെളിയിക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ വന്നു. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു അതെ അവരോടൊരു ഒന്ന് സംസാരിക്കണം എന്ന് പറയും. അപ്പോൾ സരോജിനി പറഞ്ഞു അയ്യോ പോൾസ എനിക്കൊന്നും വയ്യ, അതിന് പോയി അവിടെ ഒന്നും പോയാൽ ശരിയാവില്ല, അതായതാണ്. അപ്പം ഞാൻ പറഞ്ഞു അല്ല സരോജിനി, നമ്മൾ മീറ്റിങ്ങിനൊക്കെ വന്നിട്ട് ഇത്രയും നല്ലൊരു അവസരം ഉണ്ടായിട്ട് സംസാരിക്കാണ്ട് പോവുക, എനിക്കൊന്നും പറ്റില്ല, അവിടെ ഇരിക്കണമെന്ന് ശരിയല്ല, അതാണ് ഇതാണ്. അപ്പോഴേക്കും സാബിറ പറഞ്ഞു പോൾസൺ പറഞ്ഞാൽ മതി, എന്താ പറയണ്ടേന്ന് പറഞ്ഞാൽ മതി, ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞു എന്ത് പറയാനോ, നിങ്ങളുടെ കാര്യം പറയാം, അത്രയേ ഉള്ളൂ, നമ്മൾ ഇത്ര നാൾ സംസാരിച്ചിരുന്ന കാര്യങ്ങൾ പറയാ, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ സാബിറ. അങ്ങനെ സാബിറ തുടങ്ങിയപ്പോൾ ഒരു വിറയലുണ്ടായിരുന്നു. ആ
അത് കഴിഞ്ഞൊരു 25 മിനിറ്റ് സാബിർ സംസാരിക്കും. അത്ര സോളിഡായിട്ടുള്ളൊരു, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടും അങ്ങനെ ഒരു സെക്സ് വർക്കർ ഒരു പൊതുവേദിയിൽ നിന്ന് കേരളത്തിൽ അത്രയും ഷാർപ്പായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും സാബിർ. എന്നിട്ട് അവസാനം സാബിർ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ സഹായിക്കണം, രക്ഷിക്കണം എന്ന്. അപ്പോൾ വന്നിരുന്ന വഴിക്ക് ഞാൻ ചോദിച്ചാൽ, അല്ല സാബിറെ, ഈ സഹായിക്കണം രക്ഷിക്കണം എന്നൊക്കെ പറയാനാണ് നമ്മൾ കോഴിക്കോട് നിന്ന് ഇവിടെ വണ്ടി കയറി വന്നേ? നമ്മൾ സമരമല്ലേ ചെയ്യണം. അതല്ല പോൾസ, ആ വയസ്സായ സ്ത്രീ അവിടെ ഇരുന്ന് അവരും എന്നോട് പറഞ്ഞത് അങ്ങനെ പറയാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ വെള്ളയും വെള്ളയെടുത്ത് വയസ്സായ സ്ത്രീ എന്ന് പറയുന്നതാണ് ഈ ജസ്റ്റിസ് ജാനകിയമ്മയാണ്. ഇവർക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷനാണ്. അപ്പം നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ സഹായിക്കണം എന്ന് പറയാൻ വേണ്ടി ആ പറഞ്ഞ നേരം കൊണ്ട്. ശരിയാ, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, മീറ്റിംഗ് ഈ ഉദ്ഘാടനത്തിൻ്റെ സെഷൻ കഴിഞ്ഞ വഴിക്ക് സ്ത്രീകൾ പറഞ്ഞു, നമ്മൾ പോവാം, ഇനി നിൽക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു, അല്ലല്ല, ഇതിപ്പം നമ്മളെക്കുറിച്ചാണ് ഡിസ്കഷൻ നടക്കണം. ഞാൻ എന്തായാലും 3 ദിവസം കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ. അപ്പം സൗമിനി സരോജിനിയൊക്കെ പറഞ്ഞു, അല്ല, ഇത്ര നേരം നടന്നത് വളരെ ഭംഗിയായി, നമ്മൾ വിജയിച്ച് നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മോശം അനുഭവമാവും, അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കണ പ്രശ്നമില്ല. അപ്പം ഞാൻ പറഞ്ഞു, അല്ല സരോജിനി, വേറൊരു പ്രശ്നമുണ്ട്. ഇവർ രജിസ്റ്റർ ചെയ്തിട്ടല്ലേ വരണേ, നമുക്ക് വണ്ടിക്കൂലി തരേണ്ടതല്ലേ? ഇവർ വണ്ടിക്കൂലി തന്നിട്ടില്ല. വണ്ടിക്കൂലി വേണ്ടേ? നമ്മൾ വണ്ടിക്കൂലി മേടിച്ചിട്ട് പോകണ്ടോ? ഉടനെ സൗമിനി ഒരു ഡയലോഗാണ്, എന്ത് വണ്ടിക്കൂലി പോൾസൻ, ആണുങ്ങളുടെ പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ നമ്മൾ വണ്ടിക്കൂലി ഇല്ലാണ്ട് കൂടെ കിടക്കുന്ന എൻ്റെ വിചാരം. അത് ശരി, അങ്ങനെയുണ്ടല്ലോ. അങ്ങനെ ഒരു മീറ്റിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത്, ഇപ്പോൾ ഡൽഹിയിൽ ഷോപ്പിങ്ങിനൊക്കെ പോകണത് ഭയങ്കര രസമാണ്. അടി എന്നൊക്കെ പറഞ്ഞാൽ ഇവർ തമ്മിൽ ഇടയ്ക്ക് വഴക്കാവും. സാരിയൊക്കെ മുകളിലേക്ക് കയറ്റി ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട്. അപ്പോൾ ഈ INA മാർക്കറ്റ്, സരോജിനി മാർക്കറ്റിലൊക്കെ മലയാളികളുടെ സെൻറ്ററാണ് അവിടെ. എനിക്ക് ഇടപെടാനൊന്നും പറ്റില്ല. ഞാനും കുഞ്ഞാക്കി സൈഡിൽ ഇങ്ങനെ നിൽക്കും, ഒന്നും ചെയ്യാനില്ല. ഇവർ വഴക്കൂടി തുടങ്ങിയ അവസാനിക്കണ വരെ നിൽക്കാന്നുള്ളതല്ല. ഇവരുടെ ഇടയിലൊരു ഡയലോഗ് ഉണ്ടാവുക. ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെന്നിറങ്ങുമ്പോഴേക്കും അവിടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതാരാ? പോലീസുകാരുണ്ടാവും. അതെന്തിനാ? അപ്പോൾ ഇവർ ബംഗ്ലാദേശ് കോളനിയിൽ നിന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ബ്രൗൺ ഷുഗർ കൊണ്ടുവരാൻ പോകാമെന്നുള്ളതാണ് പൊതുവെയുള്ള സംഭവം, പൊതുവെയുള്ള നിഗമനം. അപ്പോൾ ഇവരിപ്പോൾ 3 ആഴ്ചയോളമായി അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതും അടുത്തൊന്നുമല്ല, മൈസൂരോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, ഈ ഡൽഹിയിലേക്കാണ്. അപ്പോൾ എന്തായാലും ബ്രൗൺ ഷുഗർ ലോഡ് കണക്കിന് വരുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോഴേക്കും പോലീസുകാർ അവിടെ അറസ്റ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ തൃശ്ശൂർ ഇറങ്ങണില്ലേ, ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഇപ്പോൾ വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അഡ്രസ്സ്, നമ്മൾ സോഷ്യൽ വർക്കറാണല്ലോ, അപ്പോൾ നമ്മൾ ഉത്തരവാദിത്തമല്ലേ. ഉടനെ ചന്ദ്രി പറഞ്ഞു, അല്ല അത് വേണ്ട പോൾസ്, നീ പോയിട്ട് വീട്ടിൽ പോയി അമ്മേനെയൊക്കെ കണ്ടിട്ട് പതുക്കെ വന്നാൽ മതി. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. തന്നെയല്ല, നീ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞങ്ങൾ അറസ്റ്റ് ചെയ്യണ സമയത്ത് നീ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് നീ ധൈര്യമായിട്ട് പോക്കാം, ഞങ്ങൾ നോക്കിക്കോളാം. ശരിക്കും ഇവരുടെ വിൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ ഇവരോട് പറയണത്? ഓർഗനൈസ് ചെയ്യുക, സമരം ചെയ്യുക. അപ്പോൾ സമരം ചെയ്യുകയാണെങ്കിൽ ഇവരെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമരം ചെയ്യുകയാണെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, ഇവരെ തല്ലി ഓടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവരെ കോടതി കയറ്റി ജയിലിലിടുക, ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റും. ഇതല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇവർ സംഘടിച്ച സമയത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ രൂക്ഷമാവുക ചെയ്തത്. ഇപ്പൊ പോലീസിന്റെ അറസ്റ്റ് ആണെങ്കിലും അല്ലല്ല, രൂക്ഷമാവുകയല്ല ചെയ്തത്, മൈൽഡാവുകയല്ല. അതായത് ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുന്നേ ഇവരെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരെ പോലീസ് തല്ലി ഓടിക്കുക, അല്ലെങ്കിൽ ഈവൺ ഇവർ കൊല്ലപ്പെടുക, ഇതിനൊക്കെ ഒരു സോഷ്യൽ സാങ്ഷൻ ഉണ്ടായി. അങ്ങനെയുള്ള ആളുകൾക്ക് അത് എപ്പോഴും ബാധകമാണ്, അതിനുണ്ടാവും. അത് ഒരിക്കൽ പോലും ഒരു വാർത്ത പോലും വന്നിട്ടില്ല. അതായത് ഈ 95-ന് മുന്നേ നിങ്ങൾ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരെ കുറിച്ചിട്ടുള്ള റെഫറൻസ് ഉള്ളത് എന്താ അറിയും? അനാശാസ്യത്തിന് പിടിയിലായി എന്നുള്ളതല്ലാതെ വേറെ ഒരു റെഫറൻസും ഇല്ല.
ഒരു മീഡിയയിലും ഇല്ല. ഇവർ ഈ സമരം ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി, വെളിയിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അറിയണം ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. ജനങ്ങളറിയണം. ഈ അറിയണു എന്നുള്ളത് പോലീസിന് പ്രശ്നമായി, അല്ലെങ്കിൽ ആ തരത്തിൽ അധികാരമുള്ള ആളുകൾക്ക് പ്രശ്നമായി. അത് ഓരോ സംഭവങ്ങൾ നമ്മളെടുത്ത് അത് ഹൈലൈറ്റ് ചെയ്യുകയും മീഡിയയിൽ വരികയും അതിൻ്റെ സമരം നടത്തുകയും ഒക്കെ ചെയ്ത ഒരു അതൊക്കെ പിന്നീടാണ്. പക്ഷേ കുഞ്ഞുമോളെന്ന് പറഞ്ഞിട്ട് അവരെ വെറുതെ പോലീസുകാരൻ ജീപ്പിൽ പോണു, ഇവർ സൈഡിൽ കൂടെ നടക്കണു. അപ്പോൾ ഇവരാന്ന് കണ്ട വഴിക്ക് ആ ജീപ്പിലിരുന്നിട്ട് അയാൾ ലാത്തി കൊണ്ട് ഒരു അടി അടിച്ചു, കൈ ഒടിഞ്ഞു. അപ്പം മറ്റത് ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുക അറിയ പോലും ഇല്ല. ഞങ്ങൾ ഒരിക്കൽ ഇപ്പോൾ ആള് ഹേമേന്ദ്രൻ സാറ് ഇപ്പോൾ DGP അല്ല, ആള് കമ്മീഷണറോ സമയത്ത്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, ഞങ്ങൾ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ പറയുന്നുണ്ട്, ഓരോ നഗരത്തിലും ഓരോ വർഷവും 7-8 സ്ത്രീകൾ അതുപോലെ സെക്സ് വർക്കേഴ്സ്, സ്ട്രീറ്റ് സെക്സ് വർക്കേഴ്സ് കൊല്ലപ്പെടും. ഒരു അന്വേഷണം ഉണ്ടാവാറില്ല, ആരും ഫോളോ അപ്പ് ചെയ്യാറില്ല. അങ്ങനെയാണ്. അപ്പം അത് പ്രത്യേകിച്ച് അമ്മുവിൻ്റെ മരണമൊക്കെയായി അമ്മു കൊല്ലപ്പെട്ട ഒരു കേസൊക്കെ ഉണ്ട്. ഇതൊക്കെയായി ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു. അതതിന് മുന്നോ കേട്ട് ഓർക്കണ്ടി. അപ്പോൾ അത് ഞങ്ങളൊരിക്കൽ ഇതുപോലെ ഞാനിങ്ങനെ കോഴിക്കോട് നടക്കുമ്പോൾ ഒരു ബോർഡ് കമ്മീഷണർ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരെ ചെന്നു, കയറി ചെന്നു. അയാൾ എന്ത് കമ്മീഷണർ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വിൻസെൻ്റ് M. പോളായിരുന്നു അന്ന് കോഴിക്കോട് കമ്മീഷണർ. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ സാർ ഞാനിങ്ങനെ സോഷ്യൽ വർക്കാണ്, അങ്ങനെ ചെയ്യുന്നുണ്ട്, സെക്സ് വർക്കേഴ്സ്, സ്ത്രീകൾ, വിമൻ ഇൻ പ്രോസ്റ്റിറ്റ്യൂഷൻ, ടൗണിൽ പോകുന്ന സ്ത്രീകളെയാണ്, ആ വിഷയങ്ങളാണ് നമ്മൾ. സാർ ഒരു ഉപകാരം ചെയ്യണം, ഒരു 15 മിനിറ്റ് നമുക്ക് അനുവദിക്കണം, ഒരു അപ്പോയിൻമെൻറ്റ് തരണം. അപ്പോൾ ഞാൻ സ്ത്രീകൾ കൂട്ടി ഞാൻ വരും, ഒന്നും വേണ്ട, ഒരു പ്രശ്നം പരിഹരിക്കുകയും മറുപടി പറയുകയും ഒന്നും വേണ്ട, അവർ പറയണതൊന്ന് കേട്ടാൽ മതി. അങ്ങനെ ആളൊരു അപ്പോയിൻമെൻറ്റ് തന്നു. ഞങ്ങളൊരു 10-25 സ്ത്രീകളായിട്ട്, ഞാനും കുഞ്ഞാവത്തിയും സ്ത്രീകളും ഈ സൗന്ദര്യം എല്ലാവരുമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറോളം ആളുടെ അടുത്ത്. അപ്പോൾ ആളീ പറഞ്ഞ പോലെ വളരെ അനുഭാവപൂർണ്ണം അത് കേൾക്കുകയും മറുപടി പറയുകയും നല്ല ഒരു സപ്പോർട്ടായിരുന്നു ആൾ. ഇവരെന്താ പോയിട്ട് ഷെയർ ചെയ്തത്? ഇവർ ഈ പോലീസുകാർ നടത്തുന്ന അക്രമം, ഇവർ റോഡിൽ നിൽക്കുമ്പോൾ ഗുണ്ടായിസം ഉണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട്, പിന്നെ ഇവരുടെ മക്കളുടെ പ്രശ്നങ്ങൾ, അവരുടെ സുരക്ഷിതത്വം, അവരെ എവിടെയെങ്കിലും പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിൽ അവർ പ്രൊട്ടക്റ്റ് സംഭവം ഉണ്ടാവുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രായമായ സ്ത്രീകളുണ്ട്, അവിടെ ഉണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് ഈ പിന്നെ കേരളത്തിൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് ഇപ്പം അവിടുത്തെ സാർ ഡൽഹിയിലെ കഥയൊക്കെ പറഞ്ഞ പോലെ അവിടെ അങ്ങനെ ഒരു ബ്രോതൽ സിസ്റ്റം ഇവിടെ ഇല്ല. അപ്പം ഇവർക്ക് തെരുവിലിറങ്ങുക എന്നുള്ളതല്ലാണ്ട് അന്നത്തെ കാലത്ത് വേറൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല സെക്സ് വർക്കിനായിട്ട്. അപ്പം അത് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ചർച്ചകൾ നടന്നിരുന്നു. ചർച്ചകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിൽ റീഹാബിലിറ്റേഷൻ എന്നുള്ളതാണ് എല്ലാവരും വെച്ചിരുന്ന ഒരു കാര്യം. പക്ഷേ ആ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ജോലി കൊടുത്ത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. കാരണം ഇവർ സൊസൈറ്റിയിൽ നിന്നും വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലായിടത്തും പുറത്തായിട്ടുള്ള ആളുകളാണ്. ഇതിൻ്റെ സ്റ്റിഗ്മ അത്രയും കൂടുതലാണ്. അപ്പോൾ അതൊന്നും പരിഹരിക്കാതെ ഒരു ജോലി കൊടുത്ത് ഇവർ വീണ്ടും, അതുമാത്രമല്ല ഈ നമ്മൾ വയ്ക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന ഇവരെ പുനരധിവസിപ്പിക്കുക എന്നതിനേക്കാൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന ഇൻജസ്റ്റിസ് ഉണ്ടല്ലോ, ഇവരുടെ നേരെ നടക്കുന്ന പോലീസ് അക്രമങ്ങൾ, ഇവരുടെ കുട്ടികളുടെ നേരെ നടക്കുന്നത്, അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം പറയണം. നിങ്ങളിപ്പോൾ റീഹാബിലിറ്റേഷൻ നടത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇപ്പം നമുക്കത് അങ്ങനെ നമ്മളായിട്ട് തുടങ്ങിയ പരിപാടിയല്ലല്ലോ. അതായത് ഈ തൊഴിലിൽ നിന്ന് ഇവരെ മാറ്റുന്നതിനപ്പുറം തൊഴിലിനുള്ള പരിരക്ഷ, തൊഴിലിനുള്ള പരിരക്ഷ എന്നുള്ളതിനേക്കാൾ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്ക് സൊസൈറ്റി ഇവരോട് പെരുമാറണം എന്നുള്ളതാണ്. ഒരു മനുഷ്യ സ്ത്രീയല്ലേ, അതെങ്ങനെയാണ് ലെസ്സർ ഹ്യൂമൻ ബീയിങ് ആവണം? ഇപ്പം ഈ തൊഴിൽ ഏർപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇവർക്ക് സൊസൈറ്റിയിലൊരു അധികാരമോ അവകാശമോ ഒന്നുമില്ലാത്ത ആളുകളായി മാറിയോ? അതെങ്ങനെയാണ് ആയിപ്പോണത്? എത്ര ഈ ഒരൊറ്റ കാര്യം കൊണ്ട് എങ്ങനെയാണ്? ഇതിനല്ലേ നമ്മൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയണത്, വിവേചനം എന്ന് പറയണത്. അപ്പോൾ നിങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ചാർട്ടറൊക്കെ എഴുതി വയ്ക്കുന്ന സമയത്ത് ഇവർ ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഇവർ മനുഷ്യരാണോ അല്ലേ എന്നുള്ള ചോദ്യത്തിലാണ് നമ്മൾ നിൽക്കണേ. ഇവർക്ക് പറ്റില്ല, ഇവരിങ്ങനെയാണെങ്കിൽ ഇവർക്ക് ആ അധികാരങ്ങൾ പറ്റില്ല, അല്ലെങ്കിൽ ആ അവകാശങ്ങൾ പറ്റില്ല, അല്ലെങ്കിൽ ഇവരുടെ കുട്ടികൾക്ക് റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മനുഷ്യരല്ല എന്നാണ് നമ്മൾ പറയണത്. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഈ സൊസൈറ്റിയുടെ ഭാഗമാണ്, ഈ സൊസൈറ്റിയിൽ നമ്മൾ ഫങ്ഷണലാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടും കൂടിയാണ് ഈ സൊസൈറ്റി ഇങ്ങനെ നിൽക്കണത്. അല്ലാതെ നമ്മൾ മോശപ്പെട്ട മൊത്തം ഇങ്ങനെ എപ്പോഴും സൈഡ് ലൈൻ ചെയ്യപ്പെടേണ്ട ആളുകളല്ല. ആർക്കും എന്തും നമ്മൾ ചെയ്യാവുന്ന സംഭവം. ഇതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്ന കാര്യം.
അതിൻ്റെ ഒപ്പം ഇവരെ മാറ്റുക എന്നുള്ളതിനേക്കാൾ സൊസൈറ്റൽ ആറ്റിറ്റ്യൂഡ് ഇവരോടുള്ള അല്ലെങ്കിൽ ഇവരുടെ വിഷയങ്ങളോടുള്ള സാമൂഹിക മനോഭാവത്തിലൊരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളത്. ശരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് സൊസൈറ്റീനെയാണ്. അത് ഇവരുടെ വിഷയങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവരെ നമ്മൾ സെൻറ്റർ സ്റ്റേജിൽ കൊണ്ട് നിർത്തേണ്ടത്. അത് ഈ വിജയ് ഠാക്കൂറാണ് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഇവരാണ് വരേണ്ടതെന്നുള്ളത് അന്ന് എനിക്ക് പറയാം. പക്ഷേ ഈ വിഷയമൊക്കെ ചർച്ചയായ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ഫെമിനിസ്റ്റുകളായാലും ശരി, ഇവരൊക്കെ ഭയങ്കര എതിരായിരുന്നു. എന്നോടാണ് ചോദ്യങ്ങൾ ചോദിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരുടെ മെയിൻ എതിർപ്പ് എന്തായിരുന്നു? ഇവരുടെ മെയിൻ എതിർപ്പ് എന്ന് പറയുന്നത്, അവരുടെ ഉന്നയിച്ചിരുന്ന ആരോപണം എന്ന് പറയുന്നത്, അന്ന് ഈ ഒരു ലിബറലൈസേഷനൊക്കെ തുടങ്ങിയ സമയം, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക ഇവിടെ ഒരു സൈനിക താവളം ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഈ സൈനിക താവളത്തിൽ ആ സൈനികർ വരുമ്പോൾ അവർക്ക് വേണ്ട സ്ത്രീകളെ ലഭ്യമാക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നമ്മൾ ഈ വിഷയം ഉന്നയിച്ച് ആഗോള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അമേരിക്കൻ CIA ഫണ്ട് വാങ്ങി ഒരാൾ ചെയ്യണ കാര്യം എന്നുള്ളതാണ് അവർ പറഞ്ഞു വെച്ചൊരു കാര്യം. ആര് നിസ്സാര ആൾക്കാരല്ല കേട്ടോ. നമ്മളിപ്പോഴത്തെ ഈ ലീഡർമാർ, ഇപ്പോൾ അജിത, സാറ ജോസഫ്, ഗീത, അങ്ങനെ തുടങ്ങി കമലം, പിന്നെ അന്ന് MK പ്രേമജായിരുന്നു കോഴിക്കോട് മേയറായിരുന്നു. ഇവരൊക്കെ പരസ്പരം കടിച്ചു കയറുന്ന ആളാണ്. നമ്മളുടെ അവിടെ ഇവരെല്ലാവരും ഒരുമിച്ചാണ് നമുക്കെതിരെ. എന്നിട്ട് ഇവരാണ് ഈ ബംഗ്ലാദേശ് കോളനി എന്നുള്ള പേര് മാറ്റി അവിടെ ശാന്തിനഗർ കോളനി എന്ന് പറഞ്ഞു ഒക്കെ തൂത്ത് വൃത്തിയാക്കി എന്നാണ് ഈ പറയണത് എല്ലാ വിഷയവും. ഇനിയിപ്പോൾ അപ്പോൾ അതൊക്കെ ഭയങ്കര സമരം നടന്നതാണ്. അതായത് ഇവനവിടെ കാലുകുത്താൻ അനുവദിക്കില്ല. എന്നിട്ട് ഇവരവിടെ വലിയ മീറ്റിങ്ങൊക്കെ നടത്തുന്നുണ്ട്. മീറ്റിങ്ങൊക്കെ നടത്തുന്ന സമയത്ത് ഇവർ ബാനർ കൊണ്ടുവന്ന് നമ്മളുടെ ഒരു ഷെഡുണ്ട്, ആ ഷെഡുമ്മ കെട്ടി. അപ്പോൾ ഈ സാബറയും ഗീതയും അവർക്ക് ചെന്നിട്ട് പറഞ്ഞു, മീറ്റിങ്ങൊക്കെ വേറെ, ഈ ഷെഡുമ്മ തൊട്ട് കളിക്കാൻ. ഈ എറണാകുളത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അത് പിന്നെ ഒരു ചർച്ചയായി, മീഡിയയിൽ ഒരു ചെറിയ ചർച്ച വന്നു. അതായത് സെക്സ് വർക്കർ ശരിക്കുള്ള ആളുകളെ മീറ്റിങ്ങിൽ കയറ്റിയില്ല, അവരെ പുറത്താക്കി, അവരോട് ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് പെരുമാറി. അത് ഹിന്ദുവിലോ മറ്റാണ്. കോഴിക്കോട് തിരിച്ചു വന്നിട്ട് നമ്മളൊരു ജേർണലിസ്റ്റിന് അയാളൊരു ഐറ്റിട്ടു. അപ്പോൾ അതിന് മറുപടി ആയിട്ട് ലീലാ മേനോൻ അതിലെഴുതി. അതിന് പിന്നെ നമ്മൾ മറുപടി എഴുതി, അത് പിന്നെ അങ്ങനെ പ്രസിദ്ധീകരിക്കാനൊന്നും പോയില്ല അതുകൊണ്ട്. പക്ഷെ അങ്ങനെ ഒരു ചർച്ച ആ സമയത്ത് വന്നായിരുന്നു. അതിന് അപ്പോൾ ഈ ഇവരുടെ ഇടയ്ക്കൊക്കെ ആക്ടിവിസ്റ്റുകളുടെ ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കര എതിർപ്പ്. ഇത് എന്തോ വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് എന്തോ കുത്തിത്തിരിപ്പ് അങ്ങനത്തെ ഒരു സംഭവമാണ്, അവരെ എതിർക്കപ്പെടേണ്ടതാണ്, ഇവരെ അടുപ്പിക്കരുത് എന്നുള്ള രീതിയിലുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അജിതയ്ക്ക് ആയിട്ട് ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു റെസ്പെക്റ്റ് തോന്നുന്നില്ല. അതായത് വളരെ പെറ്റിയായിട്ടുള്ള ഏരിയകളിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ PJ സെബാസ്റ്റ്യനും അജിത് ഇവരൊക്കെ പഴയ നെക്സ്റ്റ് റൈറ്റ് എന്നുള്ള നിലയ്ക്ക് അസോസിയേഷൻ ഉണ്ടായി. അപ്പോൾ അജിത് ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രവർത്തനത്തിലൊക്കെ നമ്മൾ സഹകരിക്കാം, പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താ അജിത? ആ PJ സെബാസ്റ്റ്യനായിട്ടുള്ള കൂട്ട് നിങ്ങൾ വിടണം. അപ്പം ഞാൻ ആരുടെ കൂടെ നടക്കണ്ട എന്നുള്ളതൊക്കെ വേറെ കാര്യമില്ല. നിങ്ങൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാട് എന്തെങ്കിലും, അതല്ല നിങ്ങൾ ശരിയല്ല, ആൾ ശരിയാണോ ശരിയല്ല അതെനിക്കറിയില്ല. അതുപോലെ ഈ ജയചന്ദ്രൻ വേറൊരു കേസ് ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പടിഞ്ഞാട്ടുമുറി എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്ത് 2 സ്ത്രീകളെ പിടിച്ച് തലമൊട്ടയടിച്ചു. അപ്പോൾ അവർ ഈ ഓട്ടോറിക്ഷയിൽ പോകും, പാട്ടൊക്കെ പാടി കൈയടിച്ചു. അവർ സെക്സ് വർക്കേഴ്സാണോ അല്ലേ അങ്ങനെ അറിയില്ല. അവർ ഭയങ്കര ഫ്രീ ആയിട്ട് ജോളിയായിട്ട് ഓട്ടോറിക്ഷയിലേക്ക് ആ പാട്ട് വെച്ച് കയ്യും കടി പോകുമായിരുന്നു. അങ്ങനെ ഇവർ ഇതാണെന്ന് പറഞ്ഞിട്ട് ഈ നാട്ടുകാർ പിടിച്ച് ഇവരെ തലമുട്ടയടിച്ചു. അപ്പോൾ ഈ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ ജയേട്ടൻ വിളിച്ചു പറഞ്ഞു, നമുക്ക് അവിടെ പോയി അന്വേഷിക്കാം എന്താണ്. അങ്ങനെ ഞാനും ജയേട്ടൻ്റെ 2 ക്യാമറമാർ, അവരുടെ പേര് ഞാൻ മറന്നുപോയി, അടുത്ത റെഫറൻസ് വന്നിരുന്നു, അവരുണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴും ഏഷ്യാനെറ്റിൽ. അവരും കൂടി ഞങ്ങൾ പോയി. അങ്ങനെ ഈ പടിഞ്ഞാട്ടുമുറി ഇപ്പോൾ ഇവർ താമസിക്കുന്ന വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ പിന്നാലെ വലിയൊരു സംഘമൊക്കെ ഉണ്ട്. ഞങ്ങൾ ക്യാമറ ഉണ്ട് കയ്യിൽ, ഞങ്ങളങ്ങനെ പോയി. അപ്പോൾ ഇവരൊരു അടച്ചിട്ട വീട്ടിൽ, ഇവർ പുറത്തേക്കൊന്നും ഇറങ്ങണില്ല. അപ്പോൾ ഒരു ജനാല വഴി അതിൽ പ്രായമായിട്ടുള്ള സ്ത്രീയെ കണ്ടു. അപ്പോൾ അവരോട് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, നിങ്ങളങ്ങനെ ഒറ്റയ്ക്കാന്ന് വിചാരിക്കരുത്, നമുക്ക് മനസ്സിലാവും, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഏത് തരത്തിലുള്ള സപ്പോർട്ട് വേണമെങ്കിലും നമുക്ക്
തരാൻ പറ്റും. അപ്പം അങ്ങനെ തരാൻ പറ്റിയിട്ടില്ല, എന്നാലും നമുക്ക് അതിൽ പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിന് താങ്ക് യു സർ. ഓക്കെ.